വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫൺ ഫാമിലി 3 ഡോസ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ചെയ്തതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ സ്റ്റോറി ടെല്ലിംഗ് ചലഞ്ച്. അതെ ഗൈസ്, പുതിയ കഥകളുമായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നെത്തിയിട്ടുണ്ട്. എന്താണ്, എങ്ങനെയാണ് എന്താ ഞങ്ങൾക്കും അറിയത്തില്ല, എങ്ങനെയാണെന്നൊക്കെ നമുക്ക്. പക്ഷെ ഞങ്ങൾക്ക് ആ ഫസ്റ്റ് പാർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ സെക്കൻഡ് പാർട്ടുമായിട്ട് വന്നിരിക്കുന്നത്. അതെ, അപ്പൊ എന്തായിരിക്കും നമ്മുടെ കഥയെന്നൊക്കെ നമുക്ക് വഴി അറിയാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങ് ദൂരെ ദൂരെ തെക്കേ പറമ്പിൽ പട്ടിക്കുന്നേൽ വീട്ടിൽ അമ്മിണിക്കുട്ടി എന്ന പേരുള്ള ഒരു സ്ത്രീ താമസിക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീക്ക് 3 മക്കൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ ആളുടെ പേര് ലുട്ടാപ്പി, രണ്ടാമത്തെ ആളുടെ പേര് മായാബി, മൂന്നാമത്തെ ആളുടെ പേര് ഡോറ. അങ്ങനെ ഈ 3 പേരും, അതായത് നമ്മുടെ മായാവി, ലുട്ടാപ്പി, ഡോറയും ഭയങ്കര കൂട്ടുകാരായിരുന്നു. ഇവര് ഒന്നിച്ചായിരുന്നു സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇവരൊരു ദിവസം ഒരുങ്ങാൻ നേരം രാവിലെ അവരൊരു കാര്യം കേട്ടു. ആ സൗണ്ട് കേട്ടിടത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ശാന്തയുമായിട്ട് നമ്മുടെ അമ്മണിക്കുട്ടി നിന്ന് സംസാരിക്കുന്നതാണ് ഇവർ കാണുന്നത്. അവര് സംസാരിക്കുന്നത് ഇവര് കണ്ടു. അങ്ങനെ ഇവര് ഇതെന്ത് ഇവര് പറയുന്നേന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ ചെന്ന് അവര് കാണാതെ ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ തുടങ്ങി. എന്താ അവര് പറഞ്ഞേന്നല്ലേ? അവര് പറഞ്ഞത് മറ്റൊന്നുമല്ല, അങ്ങേ പറമ്പിലെ വീട്ടിലെ കുട്ടൂസന്റെ മകൾ അങ്ങനെ ഇവരാ അമ്മിണിക്കുട്ടിയും അപ്പുറത്തുള്ളായിരുന്നു ശാന്തയും കൂടി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അത് കേട്ട് ഇവരെ തീരുമാനിച്ചു ഒളിച്ചോടിപ്പോയ കുട്ടൂസന്റെ മോളെ കണ്ടുപിടിക്കണമെന്ന്. ഒരു കഥ പറഞ്ഞ് ആ കഥ ഒരു സിനിമ കഥയ്ക്ക് തുല്യമായി. അങ്ങനെ ഇവരാ പെൺകൊച്ചിനെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി. അങ്ങനെ ഇവർ ഇറങ്ങി നടന്ന് ഒരു കോളനി സ്ഥലത്തേക്ക് എത്തി. അങ്ങനെ ആ കോളനിയിലൂടെ അവരിങ്ങനെ നടക്കുമ്പോൾ അതാ അടുത്തൊരു വീട്ടിൽ ഒരു പൊട്ടിച്ചിരി. അങ്ങനെ അവിടെ എന്താ ഇങ്ങനെ ചിരി കേൾക്കുന്നേന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവരെങ്ങനെ ആ വീടിന്റെ അടുത്തേക്ക് നടന്നെത്തി. നടന്ന് അവര് അടുത്ത് എത്തുകയും അവിടെ കിടന്ന് ചിരിച്ചത് ആരാ? അവിടെ ചിരിച്ചത് മറ്റാരുമല്ല, നമ്മുടെ കുട്ടൂസന്റെ മകളും കൂട്ടത്തിൽ പോയ ആ പയ്യനുമായിരുന്നു. അങ്ങനെ അവർക്ക് ആ കിട്ടിയിലാക്കിന് അവര് ആ കൊച്ചിന്റെ കയ്യൊക്കെ പിടിച്ചു കഴിച്ചു. എന്തിന്? അങ്ങനെ അവരെ കൊച്ചിനെ പിടിച്ച് അവളെ അവിടെ വീടിൽ നിന്ന് വെളിയിലാക്കി. അവളോട് ചോദിച്ചു, എന്ത് ഇത്രയും പ്രായം വരെ നിന്നെ വളർത്തിയ ഈ പ്രായം വരെ നിന്നെ വളർത്തി വലുതാക്കി നിന്റെ മാതാപിതാക്കളോട് നിനക്കൊരല്പം മനസാക്ഷി ഉണ്ടായിരുന്നോ മകളെ എന്നവര് ചോദിച്ചു. എന്നിട്ട് അവളെ കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു. പക്ഷെ ഇതിന് അവൾക്ക് ഒട്ടും സമ്മതമല്ലായിരുന്നു. അവൾ ആരുടെ കൂട്ടത്തിലാണോ പോയി ആ പയ്യന്റെ കൂടെ തന്നെ ജീവിക്കാൻ അവൾ ഉറച്ചു തീരുമാനിച്ചിരുന്നു. അപ്പനെ അമ്മയെ ഒന്നും വേണ്ടെന്നുള്ള വാശിയിൽ അവൾ നിന്നു. അത് മാത്രമല്ല, ഇവനെ ഇട്ടിട്ട് പോയിട്ട് ഒരു തേപ്പ് പെട്ടിയാവാൻ എനിക്ക് മനസ്സില്ലട മക്കളെ എന്ന് പറഞ്ഞിട്ട് അവള് പോയി. ഇപ്പോഴത്തെ പെൺകുട്ടികളെ പോലെ ഞാൻ അങ്ങനെ തേക്കുന്ന ശീലം എനിക്കില്ല, അവൾ പറഞ്ഞു. അങ്ങനെ അവൾ അവളുടെ പയ്യന്റെ കൂടെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവര് ഇവളെ പറഞ്ഞ് ശരിയാക്കിയിട്ട് കാര്യമില്ല.
ഇവക്കിട്ടൊരു പണി കൊടുത്താലേ ഇവൾ പഠിക്കൂ, ആ ഭർത്താവിൻ്റെ തക്ക സ്വഭാവം ഇവർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ ഒരു തീരുമാനമെടുത്തു. നമ്മൾക്ക് ഈ നാട്ടിൽ താമസിക്കേണ്ട ചേട്ടാ, നമുക്ക് വേറെ ദൂരെ എവിടെയെങ്കിലും പോകാം. എനിക്ക് ഒരു ജോലിയുണ്ട്, ചേട്ടനും ജോലിയുണ്ട്, നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാം. എന്നിട്ട് നമ്മൾക്ക് അവരെ കാണിച്ചു കൊടുക്കണം, നമ്മുടെ പേരൻസിനെ നമുക്ക് കാണിച്ചു കൊടുക്കണം, നമ്മളുടെ ജീവിതം കണ്ടവർ അന്തിച്ചു പോകും. അങ്ങനെ ഒരു പാസ്പോർട്ടൊക്കെ സെറ്റ് ആക്കി അവര് സ്വിറ്റ്സർലാൻഡിൽ പോയി. ഓക്കെ. പക്ഷെ നമ്മുടെ ഡോറയും മായക്കണ്ണനും ലുട്ടാപ്പിയും ഇത് അറിഞ്ഞില്ല അവരെവിടെ പോയെന്ന്. ഇവർക്ക് അവരെ കണ്ടുപിടിക്കണം. അങ്ങനെ ഇവരുടെ അമ്മ അമ്മണിക്കുട്ടിയോട് ചോദിച്ചു, അമ്മണിക്കുട്ടി അമ്മ അറിഞ്ഞോ നമ്മുടെ കുട്ടൂസിന്റെ മകൾ എവിടെയാ പോയെന്ന്? അമ്മയ്ക്ക് അറിയാവോ? അമ്മ അറിയാതിരിക്കത്തില്ലല്ലോ, ഈ ലോകത്തെ എല്ലാ ന്യൂസും അമ്മ അറിയുന്നതാണല്ലോ, അതുകൊണ്ട് അമ്മയ്ക്കത് അറിയായിരിക്കും. എവിടെയാ അമ്മ അവള് പോയേ? അങ്ങനെ അമ്മണിക്കുട്ടി പറഞ്ഞു, നിനക്കൊക്കെ ഇതെന്നാത്ര അറിയുന്നേ, അറിഞ്ഞിട്ട് നിനക്കൊക്കെ എന്നെ എടുക്കാനാ എന്ന് അമ്മണിക്കുട്ടി ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, അമ്മയുടെ സഹായം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ മാപ്പ് ഉണ്ടല്ലോ, ഞാനാണ് മാപ്പ്, നിങ്ങൾ പോകും സ്ഥലം എവിടെയാന്ന് കണ്ട് പറയുക, ഞാനാണ് മാപ്പ്. അതെ, ഡോറയുടെ ബാഗിൽ നിന്ന് മാപ്പ് ചാടി വെളിയിൽ വന്നു. ആ മാപ്പിലൂടെ അവർ നമ്മുടെ കുട്ടൂസിന്റെ മകള് പോയ സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ച് അവര് കണ്ടുപിടിച്ചു. കുളവും താണ്ടി കരയും താണ്ടി കുട്ടൂസിന്റെ മകളുടെ വീട്ടിലെത്തി. അതെ, അങ്ങനെ അവരതെല്ലാം താണ്ടി കുട്ടൂസിന്റെയും മകളുടെയും ഹസ്ബൻഡിന്റെയും ബാക്കിലൂടെ പോയി. എന്നിട്ട് അവരവിടെ ചെന്നപ്പം ഈ കുട്ടി അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എൻ്റെ പുറകെ വന്നത്? എല്ലാം ഉപേക്ഷിച്ചിട്ട് സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കാൻ വന്നാ അതിന് നിങ്ങൾ സമ്മതിക്കില്ല എന്നവര് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ നിന്നെ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വന്നല്ലേ, നീ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ രക്ഷിക്കാൻ വന്നതല്ല, നിങ്ങൾ എന്നെ ശിക്ഷിക്കാൻ വന്നതാണ്. രക്ഷപ്പെട്ട് ഓടി വന്ന് എന്റെ പുറകെ വന്നിരിക്കുന്നു. എനിക്കൊരു നല്ല ജീവിതം കിട്ടുന്ന കുശുമ്പ. അപ്പൊ അവർ ചോദിച്ചു, ഞങ്ങൾക്ക് എന്തിനാ കുശുമ്പ്, ഞങ്ങൾ നന്മ പ്രവർത്തി ചെയ്യാൻ നടക്കുന്നവരാ, ഞങ്ങളെ കാണുമ്പോ എത്ര പേര് പാടുന്നുണ്ടെന്നറിയോ? അല്ല, നന്മയുള്ള ലോകമേ. ഏതായാലും നിങ്ങൾ വന്നതല്ലേ, അകത്ത് കയറി. അവൾ അവരെ ക്ഷമിച്ചു, ചായ കുടിച്ചിട്ട് പോവാം. അങ്ങനെ അവരത് കേട്ട പാതി കേൾക്കാത്ത പാതി തുള്ളി ചാടി ഓടിച്ചെന്ന് അടി. അവിടെ ഇരുന്നതും വന്ന തുള്ളലും വേഗത്തിൽ അവർ തുള്ളി എഴുന്നേറ്റ്. കാരണം അവൾ ഇരുന്ന സ്ഥലത്ത് മൂട്ട ഉണ്ടായിരുന്നു. എന്തിനാ അവിടെ കയറിയിരുന്നത്? നീയല്ലേ തുള്ളിക്കോ പറ്റിക്കൊണ്ട് അവിടെ എത്തിയത്? ഞാനാണോ? അവര് ചാടി എണീക്കുന്ന കണ്ടോണ്ട് കുട്ടൂസിന്റെ മകൾ മഞ്ചാടി അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ എണ്ണീറ്റത്? നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? ഇരുന്നല്ലേ ഉള്ളൂ, എന്താണ് പെട്ടെന്ന് ചാടി എണ്ണീറ്റത്? അവളോടൊപ്പം അവര് പറയുക, മൂട്ടില് മൂട്ട കടിച്ചോ എന്നൊരു സംശയമില്ലാതില്ല എന്നവര് പറഞ്ഞു. അത് കേട്ടിട്ട് അവള് പറഞ്ഞു, അത് മൂട്ടയൊന്നും ആയിരിക്കില്ല, നല്ല ചൗന്തിയൂറുമ്പായിരിക്കും, നമ്മുടെ കുഞ്ചൂസിന്റെ പഞ്ചസാര അവിടെ വീണതാന്ന് പറഞ്ഞു. പഞ്ചാര വിറ്റ് നടന്ന് കുഞ്ചു, പഞ്ചാര കുഞ്ചു എന്ന പേര് വന്നു. ആ പാട്ട് കേട്ടതും ഇവരെല്ലാം കൂടെ പാടാൻ തുടങ്ങി. കുഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളാണ്, അഞ്ചാമൻ പഞ്ചാര കുഞ്ചു ആണ്, പഞ്ചാര വിറ്റ് നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചു എന്ന പേര് വന്നു. ആ പാട്ട് കേട്ടെ ആ പാട്ടിന്റെ കൂട്ടത്തിൽ കൂടെ പാടാനായിട്ട് ഒരാളും കൂടി വന്നു. അതാരെന്നറിയില്ലേ? അതാണ് ഡാകിനി അമ്മൂമ്മ. ഡാകിനി അമ്മൂമ്മ എങ്ങനാ വന്നേ? ഇവരുടെ പാട്ട് കേട്ട്
എന്തുകൊണ്ടാണ് ഇവരുടെ പാട്ട് കേട്ട് ഡാഗിനി അമ്മൂമ്മ വന്നേ? ഇവര് പറഞ്ഞത് പഞ്ചാര വെച്ച് നടന്ന് കുഞ്ചു എന്നാണ്. പക്ഷെ ഡാഗിനി അമ്മൂമ്മ കേട്ടത് കുട്ടൂസൻ എന്നാണ്. അതുകൊണ്ട് കുട്ടൂസനെ പെരക്കിയാണ് ആര് വന്നത്? ഡാഗിനി അമ്മൂമ്മ. അതെ. അപ്പൊ ഡാഗിനി അമ്മൂമ്മ ചോദിച്ചു, എവിടെ എന്റെ കുട്ടൂഷൻ? ക്യൂട്ട്നെസ് ആണല്ലോ. അങ്ങനെ ഈ ഡാഗിനി അമ്മൂമ്മയെ കണ്ടതും മായാവി ചാടി പുറത്തോട്ട് വന്നു. അത് കണ്ട ഡോറ, എന്തിനാ നീ പേടിക്കുന്നേ? മായാവി പറഞ്ഞു, ദാ കണ്ടില്ലേ, ഡാഗിനി അമ്മൂമ്മി, ഡാഗിനി അമ്മൂമ്മി. അപ്പൊ ഡാഗിനി അമ്മൂമ്മ തിരിഞ്ഞു നോക്കി. ഏത് വളിച്ച സൗണ്ടായത്? ഡാഗിനി അമ്മൂമ്മ അപ്പൊ പറഞ്ഞു, ഞാൻ ഇപ്പൊ മായാവിനെ നോക്കിയല്ല വന്നത്, എന്റെ കുട്ടൂസനെ കാണാനില്ല. അപ്പോൾ മായാവി പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് ഡാഗിനി അമ്മൂമ്മി, പേടിക്കണ്ട, ഞാൻ നിന്നെ കുട്ടൂസിന്റെ അടുക്കൽ കൊണ്ടുപോയി നാട്ടാം. അപ്പൊ ഡാഗിനി അമ്മൂമ്മ പറഞ്ഞു, എനിക്ക് നിന്നെ വിശ്വാസമില്ല. അപ്പൊ മായാവി പറഞ്ഞു, ഞാൻ പറയുന്നത് സത്യമാണ്. കാരണം എന്നാന്നറിയോ, ഈ നിൽക്കുന്നവളില്ലേ, എന്തായിരുന്നു അവളുടെ പേര്? മഞ്ചാടി. ആ, മഞ്ചാടി. മഞ്ചാടിയുടെ അപ്പൂപ്പനാണല്ലോ കുട്ടൂസൻ. അല്ല, അപ്പനാണല്ലോ കുട്ടൂസൻ. അപ്പൊ ആ കുട്ടൂസനെ അല്ലേ ഡാഗിനി അമ്മൂമ്മ തിരക്കുന്നേ. അതാണ് മായാവിയുടെ മനസ്സിലിരുന്നത്. ആ കുട്ടൂസനെ ഡാഗിനി അമ്മൂമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാവുന്ന മായാവി വിചാരിച്ചു. അങ്ങനെ മായാവിയും ഡാഗിനി അമ്മൂമ്മയും കൂടെ കുട്ടൂസന്റെ അടുക്കിലേക്ക് യാത്രയായി. അങ്ങനെ ഡാഗിനി അമ്മൂമ്മയും മായാവിയും കൂടി ചൂലയില് യാത്രയായി. ചൂലയിലോ? ചൂലയില് പറക്കുന്ന എന്നിട്ട് ജോലി ഇങ്ങനെ അങ്ങനെ അവര് കുട്ടൂസന്റെ അടുത്ത് എത്തി. എന്നാലും അവിടെ അവശേഷിക്കുന്ന 4 പേരുണ്ട്. ആരൊക്കെയായിരുന്നു? ലുട്ടാപ്പിയും ഡോറയും മഞ്ചാടിയും മഞ്ചാടിയുടെ ഹസ്ബൻഡും. അങ്ങനെ ഇവര് 4 കൂടെ ഒരു തീരുമാനമെടുത്തു, അവര് പോട്ടെ, നമുക്കിവിടെ നിന്ന് അടിച്ചു പൊളിക്കാമെന്ന്. അങ്ങനെ അവരൊരു പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അവര് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവരുടെ സ്പീക്കർ മോഷ്ടിക്കാൻ കുരുന്നരി രംഗത്ത് വന്നത്. കുരുന്നരി മോഷ്ടിക്കുന്നത്. അപ്പോൾ ആരാണ് അവിടെ ഉള്ളത്? ഡോറ. അപ്പൊ ഡോറയും വേറെ ആരാ? മറ്റേ ഡോറയും ലുട്ടാപ്പിയും മഞ്ചാടിയും മഞ്ചാടിയുടെ ഭർത്താവും. അപ്പൊ ഡോറയും മഞ്ചാടിയും ഒരുപോലെ പറഞ്ഞു, കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കരുത്. കുരുന്നരി മോഷ്ടിക്കേ ചെയ്യരുത്. എന്ത്, ഞാൻ മോഷ്ടിച്ചെന്നോ എന്ന് കുറുനരി പറഞ്ഞു. അത് കേട്ടിട്ട് കുരുന്നരി പറഞ്ഞു, അയ്യോ ഞാൻ മോഷ്ടിക്കാൻ വന്നതല്ല എന്റെ ഡോറയെ. പിന്നെ നീ എന്തിനു വന്നതാ എന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ ബുജ്ജി ഉണ്ടോന്ന് അറിയാൻ വന്നതോ. ശരി. അപ്പൊ പറഞ്ഞു, ഇവിടെ ഡോറയുണ്ട്, ബുച്ചിയില്ല. ലുട്ടാപ്പിയും ഡോറയും മഞ്ചാടിയും മഞ്ചാടിയുടെ ഹസ്ബൻഡും എല്ലാരും കൂടെ കൂടി അങ്ങ് അടിച്ചു പൊളിച്ചു. അങ്ങനെ ഡാഗിനിയും മായാവിയും കൂടെ പോയല്ലോ. പക്ഷെ അവര് കുട്ടൂസിന്റെ അടുത്ത് ചെന്നു. പകരം നേരെ അവർ തിരിച്ച് ഇവരെടുത്ത് വന്നു. കഴിഞ്ഞു ചോദിച്ചപ്പോ പറഞ്ഞു ഡോറയുടെ മാപ്പ് വഴി തെറ്റിച്ചതാണ്. പിന്നെ ഈ ബ്രേക്കിലെത്ത വേണ്ടിയ പിന്നെ ഞാൻ എവിടെ കൊണ്ട് നിർത്താനാ? ഞാൻ പറഞ്ഞു വിട്ടല്ലേ, പിന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുക. അങ്ങനെ നമ്മുടെ മഞ്ചാടി ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നല്ല മുളക് ബജി ഉണ്ടാക്കി. അങ്ങനെ 4 മണിക്ക് അവർ മുളക് ബജിയും ചായയും കൂടെ കഴിച്ചു. എന്നിട്ട് അവരങ്ങനെ ഇരിക്കുമ്പോൾ മഞ്ചാടിയോട് മായാവിയും ലുട്ടാപ്പിയും ഡോറയും മായാവിയും ലുട്ടാപ്പിയും കൂടെ ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, നീ ചെയ്തത് ശരിയായിട്ട് മോളെ. അപ്പൊ അവൾ ചോദിച്ചു, എന്താ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ലേ എന്റെ ബജിക്ക് ചായക്കും? അപ്പോൾ മായാവി പറഞ്ഞു, നിന്നോട് തമാശയല്ല പറഞ്ഞ്, സീരിയസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞേ, നീ നിന്റെ പേരൻസിനെ ചതിച്ചിട്ട് പോരുന്ന ഒരിക്കലും ശരിയായില്ല. നിന്റെ മുന്നോട്ടുള്ള ഭാവിക്ക് അത് നിനക്ക് ദോഷമായി ബാധിക്കും. ഭാവിക്കും, നീ നാശത്തിലേക്കാണ് പോകുന്നത്. അതായിരുന്നു ഇത്. കണ്ടിന്യൂ. ഓക്കെ, ഇത്രയും വലുതാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ അവൾ പറഞ്ഞു,
ദോശയും സാമ്പാറും ഒക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മായാവി മഞ്ചാടിയോട് പറഞ്ഞു, മോളെ എന്തായാലും നീ ചെയ്തത് ശരിയായില്ല. നമ്മുടെ മാതാപിതാക്കളോട് ഒരിക്കലും നമ്മൾ ഈ ചതി ചെയ്യാൻ പാടില്ല. അപ്പം അവള് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യണ്ടേ മായാവി, നീ ഞാൻ തിരിച്ച് വീട്ടിൽ പോകണോ എന്നവള് ചോദിച്ചു. അവരെ ധിക്കരിച്ചു പോയതിൽ എന്നെ ഇനി അവർ വീട്ടിൽ സ്വീകരിക്കുമോ? പിന്നെന്താ, സ്വീകരിക്കും. അത് പേരൻസിന്റെ മനസ്സ് നമ്മൾക്കറിയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചിന്തയിൽ നിൽക്കുന്നത്. നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. എന്നാ നമുക്ക് പോകാം എന്ന് മഞ്ചാടി പറഞ്ഞു. അങ്ങനെ നമ്മുടെ മായാവി, ലുട്ടാപ്പി, ഡോറ, കുരുന്നരി, ഡാഗിണിയമ്മൂമ്മ എല്ലാവരുടെ വണ്ടിയെ കയറത്തില്ല. ഞാൻ വേറെ വണ്ടി വിളിക്കേണ്ടി വരുമല്ലോ. അതെ, ഒരു കാറെ പോകാന്ന് വെച്ച് ലോറിയിൽ പോയി തീരും. മഞ്ചാടിയുടെ ഹസ്ബൻഡും കൂടെ ഡാഗിണിയമ്മൂമ്മയുടെ ചൂലി കയറി പോകാൻ പോയി. ആ ചൂല് പോയ വഴിക്ക് ചൂലോടിച്ചു പോയി. അങ്ങനെ ആ ചൂലൊടിഞ്ഞതും ഇവർ നേരെ ചെന്ന് വീഴുന്നത് അറ വീട്ടിലേക്കാ. ഹീമാൻ അവരെ കയ്യിൽ പിടിച്ചു. അവര് നേരെ ഹീമാന്റെ കയ്യിൽ വീണു. അപ്പോൾ ഹീമാൻ ഓർത്തു, ഇതെന്താ ആലിപ്പഴം പൊഴിയണോ? അങ്ങനെ ആ ഹീമാൻ ഇവരെല്ലാം കൂടെ ചൂരുട്ടി കൂട്ടി ഉരുട്ടി എടുത്തു. എറിഞ്ഞു. ആ ഏറിയെന്ന് വീണത് എവിടെയാണ്? നമ്മുടെ മഞ്ചാടിയുടെ വീട്ടിൽ. എളുപ്പമായില്ല കാര്യം. മുറ്റത്ത് കസേരയിലിരുന്ന കുട്ടൂസന്റെ ചുവട്ടിലാണ് ആര്യെന്ന് വീണത്. മഞ്ചാടി ഉൾപ്പെടെയുള്ള സംഘം ഉരുണ്ടുരുണ്ടു വന്നത്. അങ്ങനെ ഒരു ഉരുണ്ടിട്ട് എഴുന്നേറ്റ് വരികയും നമ്മുടെ ഡാഗിണിയമ്മ കുട്ടൂസനെ കണ്ട് ഓ മൈ ഡിയർ കുട്ടൂസെന്നും പറഞ്ഞ് വാരി പുണർന്നു. ഇത് കണ്ടു നിന്ന മഞ്ചാടിയും ഹസ്ബൻഡും കൂട്ടുകാരും അത്ഭുതകരമായി സ്തംഭിച്ചു നിന്നു. അങ്ങനെ കുട്ടൂസും ചോദിച്ചു, നീയൊക്കെ എന്താ ഇവിടെ? അപ്പൊ ഡാഗിണി പറഞ്ഞു, എന്നോടാണോ നീ ചോദിക്കുന്നേ കുട്ടു? ഞങ്ങളെന്താ ഇവിടെ? നീ എന്നോട് ഇത് ചോദിക്കാൻ പാടില്ലേ? അതല്ല ഞാൻ ചോദിച്ചേ, എന്നെ ധിക്കരിച്ചു പോയ ഇവൾ എന്താണ് ഇവിടെ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് പിന്നെ അവർക്ക് ആ വീട്ടിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത്. ആ വീട് മൊത്തം മൂട്ടയാ, അവർക്ക് ഉറങ്ങാൻ പോലും സ്ഥലമില്ല. പോട്ടെ കുട്ടൂസാ, നമ്മളല്ലേ ക്ഷമിക്കേണ്ടവര്. നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ പറഞ്ഞു തിരുത്തി കൊടുത്ത് ക്ഷമ കൊടുക്കണ്ടേ അവർക്ക്? മോറൽ ക്ലാസ്. അപ്പൊ ഇതെല്ലാം ഈ കേട്ട് നിൽക്കുന്ന മഞ്ചാടി പറഞ്ഞു, ഞാൻ ധിക്കരിച്ചു പോയതല്ല, എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു എന്ന് മഞ്ചാടി പറഞ്ഞു. ഇഷ്ടമുള്ളവരുടെ ഒക്കെ കൂടെ പോവാനായിരുന്നെങ്കിൽ ഞാനൊക്കെ എത്രയോ പേരുടെ കൂടെ പോകണമെന്ന് ഇത് കുട്ടൂസും പറഞ്ഞിട്ട്. അങ്ങനെ അവിടുത്തെ കലപില കേട്ട ശാന്തമ്മ അമ്മണിക്കുട്ടി ഉണ്ടല്ലോ, അവർ ഇതൊക്കെ ചെവി ഓർക്കാനും എന്താണ് അവിടെ ഒരു സൗണ്ട്, അവിടെ മഞ്ചാടിയുടെ സൗണ്ടും കേൾക്കുന്നുണ്ടല്ലോ. പോയവൾ തിരിച്ചു വന്നോ? നമുക്കൊന്ന് അന്വേഷിച്ചാലോ? അപ്പൊ ഇവർക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് മടിയുണ്ട്. അപ്പൊ എന്താ ഇവർ നോക്കിയപ്പോ ഒരു യൂട്യൂബ് ബ്ലോഗർ അത് വഴി പോകുന്നത് കണ്ടു. അത് മറ്റാരും അല്ലായിരുന്നു, ഫൺ ഫാമിലി 3 ഡോസിലെ 3 പേര്. നമ്മളാണ്. എന്നാലും എന്റെ കൂട്ടുകാരെ ഇതിലും വലിയ അടി ഇനിയും നമ്മളെ ട്രോളും നമ്മൾ തന്നെ മതി. കേട്ടതും ഫാമിലി ഫുള്ളായിട്ട് ഓടി വന്നു. അങ്ങനെ അവര് ഓടി വന്നിട്ട് അവര് ലൈവ് എടുക്കാൻ തുടങ്ങി. ലൈവ് എടുക്കുന്നത് കണ്ട് ജാടി വിചാരിച്ചു കല്യാണ ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട് അവള് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെയാണെങ്കിലും ശരി, വീഡിയോ വൈറലായി. ഫിറ്റായി കല്യാണ വീട്ടിൽ ചെന്നതല്ലേ, വീഡിയോ വൈറലായി. ഫോൺ കണ്ട പിന്നെ പോസ്റ്റ് കൊടുക്കുന്നത് ശീലമായിരുന്നു. അങ്ങനെ മഞ്ചാടി ഫോൺ എടുത്ത് നോക്കിയപ്പോ മഞ്ചാടി കിടക്കുന്നു ലൈവില്. മഞ്ചോടിക്ക് സന്തോഷമായി. പക്ഷെ ആ ന്യൂസ് കണ്ടപ്പോഴോ മഞ്ചാടി ഞെട്ടിത്തരിച്ചു. എന്താണ് ഈ ന്യൂസിൽ? ഞാൻ ഒളിച്ചോടിപ്പോയെന്നോ?
എന്താണ് ദുഷ്ടത്തികളെ നിങ്ങൾ ചെയ്തത്? അവർ ചോദിച്ചു. അപ്പൊ മഞ്ചാടി വിചാരിച്ചു 2-3 വീഡിയോ കൂടി ഇവരുടെ കൂട്ടത്തിൽ നിന്ന് എടുത്താലോ, കുറച്ച് ഫേമസ് ആയാലോ എന്നവള് ചിന്തിച്ചു. അപ്പൊ ഫൺ ഫാമിലി ഇവരോട് പറഞ്ഞു. എന്താ പറഞ്ഞു? പറഞ്ഞു കൊടുത്തങ്ങോട്ടെ കത്തിക്ക്. അവർക്കറിയത്തില്ല, അതുകൊണ്ട് പറഞ്ഞിടുക. അപ്പം മഞ്ചാടിയോട് ഫൺ ഫാമിലി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിനക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ ആദ്യം തൊട്ടുള്ള ഭാഗം ഒന്നുകൂടെ നമുക്ക് ചിത്രീകരിക്കാം. ആദ്യം തൊട്ട് ഒളിച്ചോടുന്ന തൊട്ട് തുടങ്ങി ഞങ്ങൾ കൂടെ വരാം. ഓടിക്കോ. അങ്ങനെ ഇവരാ കാര്യങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് ഇവരതൊരു ഷോർട്ട് ഫിലിം ആക്കി മാറ്റി. അത് കണ്ട കുട്ടൂസനും കൂട്ടുകാർക്കും ശാന്തയ്ക്കും അമ്മണിക്കുട്ടിക്കും ഒക്കെ തോന്നി ഇവരുടെ കൂടെയാണ് കൂടിയാലോ എന്ന്. പിന്നെ അവള് ഫേമസ് ആയി. അപ്പൊ നമുക്ക് അവിടെ കൂട്ടത്തിലൊന്ന് കൂടിയാലോ എന്നവര് ചിന്തിച്ചു. അങ്ങനെ ഇവരെ അവര് കൂട്ടത്തിൽ കൂട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ കൂടി സന്തോഷത്തോടെ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് കൂടിയതിൻ്റെ സന്തോഷത്തിൽ അവരെന്ത് ചെയ്തു? ഒരു നല്ല പായസം വെച്ചു കുടിച്ചു. തീർന്നില്ലേ? അങ്ങനെ ഇവര് പായസമൊക്കെ കുടിച്ചിട്ട് ഉറക്കം ഉറങ്ങാൻ തുടങ്ങി. ആ ഉറക്കം പിന്നെ അവർ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. കുംഭകർണന്മാരായി. അതെ, കുറച്ച് കഴിഞ്ഞ ഒരു ഉറക്കമൊക്കെ എഴുന്നേറ്റു. എന്നിട്ട് അവരാലോചിച്ചു ഇനി എന്താണ് നമ്മുടെ അടുത്ത പ്ലാൻ. അപ്പോൾ നമ്മുടെ മഞ്ചാടി പറഞ്ഞു നമുക്ക് നേരെ സ്വിറ്റ്സർലൻഡിലേക്ക് വിടാം. അങ്ങനെ മഞ്ചാടിയും ഹസ്ബൻഡും കുട്ടൂസനും ഡാറിനിയും മായാവിയും ഡോറയും ശാന്തമ്മയും അമ്മണിക്കുട്ടിയും നമ്മുടെ ഫൺ ഫാമിലി ഉൾപ്പെടെ എല്ലാരും കൂടി ഇങ്ങോട്ട് പോയി ബൈ. പോയിട്ട് വരാവേ. ബൈ. അങ്ങനെ ഞങ്ങളുടെ അന്തോ കുന്തോ ഇല്ലാത്ത കഥ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നിടം വരേക്കും ബൈ. അമ്മ അറിഞ്ഞോ നമ്മുടെ കുട്ടൂട്ടു പറയട്ടെ, ആ ഡോറയിലെ ഭാര്യ കുട്ടൂസന്റെയും മകളുടെയും ഹസ്ബൻഡിന്റെയും ബാക്കിലൂടെ പോയി. ബാക്കിൽ സൈഡിൽ കൂടെ ആണെങ്കിലും പോവാല്ലേ, എവിടെയെങ്കിലും പോട്ടെ. എന്നാലും നിങ്ങൾ വന്നതല്ലേ, ഒരു കാര്യം ചെയ്യും, അകത്ത് കയറിയിരിക്കൂ. കുട്ടൂസനെ നോക്കി വന്ന ഡാഗിനി അമ്മൂമ്മ പാട്ട് കേട്ടിട്ട് വന്നതല്ലേ. ഓക്കെ നീ ഇങ്ങനെ ഓടി വെളിയിൽ ഇറങ്ങിയെന്ന് ചോദിച്ചു. എന്ത് ചോദിച്ചു? അങ്ങനെ ബാക്കി രണ്ടുപേരോടെ നിൽക്കുക. അവരോട് നിൽക്കട്ടെ. എന്താണ് കാരണം? പറഞ്ഞു എന്റെ ഡാഡിക്ക് കൂർക്ക വലിക്കുന്നത്. അത്ഭുത മരുതകരമായി. അതെ, അത്ഭുത മരുതകത്തോടെ അത്ഭുതകരമായി സ്തംഭിച്ച് നിന്നു എന്നാണോ? ഇവര് മഞ്ചാടിയുടെ വീട്ടിലേക്ക് എത്തി. അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയണ്ടേ. കയ്യിലിരിക്കുന്ന ഫോണും അവർ കൂടെ എടുത്തു. എന്തായാലും വായും കൊണ്ട് BB ന്യൂസ് പകർത്തുന്നതിന് പകരം ലൈവ് ഷോ തന്നെ എടുത്തേക്കാവുന്നവർ മനസ്സിലത് വിചാരിച്ചു. 10-15 പേരോട് പറയാമായിരുന്നു, ഇവളിത് നശിപ്പിച്ചു. ഇവൾ പോയിട്ട് അതേപോലെ ഇനി തിരിച്ചു വന്നു.
ഇനിയിപ്പോ ഇതൊക്കെ എങ്ങനെ പറയാനാ? പോയായിരുന്നെങ്കിൽ പറയാമെന്ന് വിചാരിച്ച് ഞാൻ നടക്കുകയായിരുന്നു. അവൾ പോയിന്ന്. ലൈവില് നടന്നു പോയതൊക്കെ ആരാ പോയത്? ഡോറയുണ്ട്, ബുജിയുണ്ട്, വേറെ ബുജി. അവര് ചെന്ന് ചോദിച്ചതും അവരാരും അവര് കൂട്ടത്തിൽ കൂട്ടി. എന്നെ മനസ്സിലത് നമ്മളാ പിന്നെ എല്ലാരും വന്നിട്ട് ഇതുവരെ എണ്ണീറ്റില്ല. ഈ പൈസ പൈസ കുടിച്ചു ഒന്നും ചെയ്യാതിരിക്കും. അത് മനസ്സിലാവുന്നു. ഉറക്കം വരാത്തവർ പായസം കുടിക്കുക. പൊട്ടാൻ പറഞ്ഞു ഗുളികയ്ക്ക് പകരം പായസം കുടിക്കും. ഉറങ്ങണ്ടാക്കുക. മയില് ആകുമ്പോ എങ്ങനെ എന്റെ വൈൻഡപ്പ് കൂടി കൊടുത്തിട്ട് വരും. ഇനി അതുകൊണ്ടോ? ഇപ്പൊ ഞാൻ പറയാം. അങ്ങനെ ഞങ്ങളുടെ അന്തോ കുന്തോ ഇല്ലാത്ത കഥ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ